അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ. അഭിപ്രേരണ ലക്ഷ്യം നേടുന്നതിനായി ചില പെരുമാറ്റങ്ങളിലേക്ക് അവനെ മാറ്റുന്ന വ്യക്തിയുടെ അവസ്ഥയാണ് അഭിപ്രേരണ എന്ന് അഭിപ്രായപ്പെട്ടത് വുഡ്വർത്ത്. ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ. ആന്തരിക അഭിപ്രേരണ അഥവാ നൈസർഗിക അഭിപ്രേരണ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് ഇംഗ്ലീഷിൽ. ഒരു വ്യക്തിയിൽ ബാഹ്യമായ പ്രേരണ കൂടാതെ സ്വന്തം ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന അഭിപ്രേരണയാണ് ആന്തരിക അഭിപ്രേരണ അഥവാ നൈസർഗിക അഭിപ്രേരണ. ഉദാഹരണം: വിശപ്പ്, ദാഹം, ഉറക്കം, ജിജ്ഞാസ, ആന്തരിക ഭയം, ആഗ്രഹങ്ങൾ തുടങ്ങിയവ. ബാഹ്യ അഭിപ്രേരണ അഥവാ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ഒരു വ്യക്തിയുടെ ബാഹ്യ ചുറ്റുപാടുകളിൽ നിന്നും ലഭിക്കുന്ന അഭിപ്രേരണയാണ് ബാഹ്യ അഭിപ്രേരണ. ഉദാഹരണം: സമ്മാനം, പ്രോത്സാഹനം, ബോണസ് തുടങ്ങിയവ. ചിത്രം ശ്രദ്ധിക്കുക. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. നേടാനുള്ള അഭിപ്രേരണ. ആവശ്യം, ആഗ്രഹം എന്നിവ നേടിയെടുക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിൽ നിന്നാണ് അഭിപ്രേരണ ഉണ്ടാവുന്നത്. ഒരു ലക്ഷ്യം നേടുന്നതിന് വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന അഭിപ്രേരണയാണ് നേടാനുള്ള അഭിപ്രേരണ. നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്ലെലാൻഡ് ആണ്. ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. അവോയ്ഡൻസ് മോട്ടിവേഷൻ. പരാജയം, ഭീതി മുതലായവ ഒഴിവാക്കാനുള്ള ആഗ്രഹം ഒരു വ്യക്തിയിൽ വിജയിക്കാനുള്ള ആഗ്രഹത്തേക്കാൾ കൂടുതലാണ് എങ്കിൽ അത്തരം പ്രേരണയാണ് ഒഴിവാക്കാനുള്ള അഭിപ്രേരണ. അഭിപ്രേരണയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ: അഭിരുചി, സഹകരണം, പുരോഗതിയെക്കുറിച്ചുള്ള അറിവ്, ഉൾപ്രേരണ, പരാജയഭീതി, ഡ്രൈവ്, മത്സരങ്ങൾ.